സന്തോഷമുള്ള കാര്യമാണെങ്കിൽ കൂടി നമ്മളിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനൊരു വലിയ പരിക്ക് പറ്റിയിരിക്കുന്നൊരു സമയമാണ്. നമ്മളിപ്പോഴും ജാതീയതയുടെ വർണ്ണവിവേചത്തിൻ്റെ ചങ്ങലകൾക്കുള്ളിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിന് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം ബാബാ സാഹേബ് അംബേദ്കറുടെ ഐഡിയോളജിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ അധികം മിണ്ടുന്നില്ല. ഞാൻ പാട്ട് പാടാനും ഉദ്ദേശിച്ച് വന്നതല്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ്. പക്ഷേ ഞാനൊരു പാട്ട് പാടിയിട്ട് പോകണല്ലോ. അപ്പോൾ ഞാനൊരു പാട്ട് പാടിയിട്ട് പതുക്കെ പോവാണ്. ഒരുപാട് തിക്കും തിരക്കുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക, ഇത്രയും അരാജകമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു വഴി ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഐഡിയോളജികൾ മാത്രമാണ്. ജയ് ഭീം. പിന്നെ ഒരു ക്യാഷ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ദയവ് ചെയ്ത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഇല്ലാത്തവർക്ക് കൊടുക്കണം പ്ലീസ്. പാട്ട് വേണം. പക്ഷേ അതൊന്ന് നോക്കണേ.